ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് എൻ്റെ ഒരു ജേർണി, അതായത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ള എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്, ഒത്തിരി ബിഗിനേഴ്സ് എന്നൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല. കാരണം ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം 2 വർഷത്തിന് മേളിൽ ആയായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അതിൻ്റെ എനിക്ക് ബെനിഫിറ്റ് മീൻസ് അറിയാനുമുണ്ട്. നല്ല രീതിയിൽ പഴയതിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് അതെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ഒരു ടിപ്പ് എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം, ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിവിടെ വന്നേക്കുന്നത് ഇന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിവേ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം യൂട്യൂബ് ചാനൽ ചെയ്യാനായിട്ട് മടി, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ലതാണെങ്കിൽ അതൊരു ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ കോണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം അത് യൂസ് ചെയ്യുക, ഉപയോഗിക്കുക, നല്ല നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടത് അത് ഷോർട്ട് വീഡിയോ ആണ്. എനിക്കിങ്ങനെ ഫേസ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ മടി എനിക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർ, കൂടെയുള്ളവർ, ചുറ്റുമുള്ളവർ അവരെന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു പേടിയും ടെൻഷനും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ മിക്ക ആൾക്കാർക്കും ഉണ്ടാവുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവേണ്ട കാര്യം ഇപ്പം ഇല്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ചിന്ത സ്വാഭാവികമായിട്ടും വരും. ഓക്കെ, ഫൈൻ. അപ്പം ഞാനും അങ്ങനെ ആയിരുന്നു. ഞാനും അങ്ങനെ ആദ്യമേ ഷോർട്ട് വീഡിയോസായിട്ട് ഈശോയുടെ വീഡിയോ, അതായത് ഈശോയുടെയും മാതാവിൻ്റെയും ഇങ്ങനെ സോങ്സ് റിലേറ്റഡ് ആയിട്ട് എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടതാണ്. ഞാൻ അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ചാനലാക്കാം എന്ന് വിചാരിച്ച് റീസെൻ്റ്ലി ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയായിരുന്നു. ആദ്യം എൻ്റെ ചാനലിൻ്റെ പേര് കുഞ്ഞുമാലാഖ ഒഫീഷ്യൽ എന്നായിരുന്നു. അത് ഞാൻ മാറ്റി എൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പേര് ഞാനാക്കി. പക്ഷെ ഞാൻ അതിനകത്ത് പ്രെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട്. അല്ലാതെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ, അതായത് ഒത്തിരി അങ്ങോട്ട് പേഴ്സണൽ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് പറയുന്ന ഒന്നുമല്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. കൂടുതലും എനിക്ക് വ്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് പ്രെയർ വീഡിയോസ് ഇട്ടപ്പോഴാണ്. അത് ഞാൻ എൻ്റെ ഒരു മീൻസ് എനിക്കുണ്ടായ ഒരു അനുഭവമൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്കതങ്ങനെ ഈശോനെ മഹത്വപ്പെടുത്തി അങ്ങനെ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ലാതെ ഫാമിലിയിൽ നടക്കുന്ന എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, എന്നെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അതും അത്യാവശ്യം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള വ്യൂസ്, പക്ഷേ വലിയ രീതിയിലുള്ള വ്യൂസൊന്നും ഞാനിപ്പോഴും അപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പം അതിന് പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്. അപ്പം നമ്മളതെല്ലാം മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ. എനിക്ക് നെഗറ്റീവായിട്ട് വന്ന കമൻസ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് എൻ്റെ ചാനലാണ്. അപ്പം എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്ത് കളയാറുണ്ട്. കാരണം നമ്മളെ ബാധിക്കുന്ന കാര്യം അത് ഉള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവരുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്. നമ്മൾ മടി പിടിച്ചിരിക്കേണ്ട, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇതെൻ്റെ ഒരു പാഷനാട്ടോ. എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കിങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, അത് പബ്ലിക്കിൻ്റെ മുന്നിൽ പോയിട്ട് മൈക്കിൽ കൂടെ സംസാരിക്കുന്നതല്ല, അല്ലാതെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കാനും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും അതൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ റീസെൻ്റ്ലിയാണ് ഞാൻ പഠിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പം
എന്താ പറയുക, ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് ഇട്ടിട്ട് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അറിയത്ത് പോലും ഉണ്ടാകത്തില്ല ആരും. അല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ന് നാളെ നാളത്തെ അങ്ങനെ ഇടുന്നവരുണ്ട്. ഞാനിപ്പം കുറച്ചായിട്ട് എനിക്കങ്ങനെ ഇടാൻ പറ്റാറില്ല. ഞാൻ നേരത്തെ അങ്ങനെ ഇടുമായിരുന്നു, ഒരു 5-6 ദിവസമൊക്കെ അടുപ്പിച്ച്. ഇപ്പം ആൾട്ടർനേറ്റ് ഡേ എങ്കിലും ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. വീക്ക്ലി വൺസ് എങ്കിലും ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് പറ്റുന്ന പോലെ ഇടാറുണ്ട്. അത് മാറിയും തിരിഞ്ഞുമൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് കിട്ടാറുമുണ്ട്. ചിലപ്പോൾ കിട്ടുന്നുമില്ല. എന്നാൽ ഞാൻ ഡെസ്പ് ആവാറുമില്ല. എന്നാലും നമ്മുടെ ഒരു ഇഷ്ടമാണല്ലോ, നമ്മുടെ ഒരു പാഷനാണല്ലോ, നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് എനിക്കത്രേ പറയാനുള്ളൂ. ഒത്തിരി വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന് എനിക്കില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 1.4K സബ്സ്ക്രൈബേഴ്സ്, അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം യൂട്യൂബ് ചെയ്യാനായിട്ട് മടിയുള്ളവർ മടി വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട. ഇഷ്ടത്തോടു കൂടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇവരും പറയുന്നത് നോക്കിക്കൊണ്ടിരിക്കേണ്ട. ആരെങ്കിലും ചിലപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവത്തില്ല, ചിലപ്പം എല്ലാവരും കാണുമായിരിക്കും. എന്നാലും നമ്മുടെ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോം നല്ലതാണ്. നമ്മൾ മോശം കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പറയുന്നവർ പറയും, പറയേണ്ടാത്തവർ പറയാതിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം മടി പിടിച്ചിരിക്കാതെ എല്ലാവരും എന്താ പറയുക, നന്നായിട്ട് തന്നെ മുന്നേറുക. നല്ല രീതിയിൽ നല്ല കോണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു വന്നു ഇതാ പോയി എന്നുള്ളൊരു രീതിയിലാണ് വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിലുദിച്ചൊരു കാര്യമാണ്, ഇങ്ങനെയൊന്ന് ചെയ്താലോ, ഇങ്ങനെയൊന്ന് പറഞ്ഞാലോ, അങ്ങനെ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം. ആൻഡ് എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പം ടാറ്റ, നെക്സ്റ്റ് വീഡിയോ കാണാം.